ബാബു തസ്ഗീർ. തസ്ഗീറിനെ കുറിച്ച് പറയുന്ന ബാബ. തസ്ഗീർ എന്ന് പറഞ്ഞാൽ എന്താ? തസ്ഗീർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കേട്ട വാക്കാണ്. സിഗർ, സിഗാറ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്നൊക്കെ പറഞ്ഞാൽ സിഗർ എന്ന് പറഞ്ഞാൽ ചെറുപ്പം. അപ്പൊ സൊഗറ യുസഗിറു തസ്ഗീർ, അപ്പൊ ചെറുതാക്കൽ എന്നാണ് തസ്ഗീറിന്റെ അർത്ഥം. അപ്പൊ ബാബു തസ്ഗീർ ചെറുതാക്കി പറയും. ഇത് വേറെ ഭാഷയിൽ ഒരു സാമ്പ്രദായികമായിട്ട് ഇല്ല. മറ്റ് ഭാഷകളിലൊക്കെ ഉണ്ട് ഉള്ളത്. അത് വേറൊരു പദത്തെ കൂടെ ഘടിപ്പിച്ചുകൊണ്ട് ഒരു മുറക്കബായിട്ട് പറയുന്നതാണ്. ഒരു കമ്പൈൻഡ് വേർഡായിട്ട് പറയുന്നതാണ് ഇംഗ്ലീഷിലൊക്കെ ഉള്ളത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ പേന എന്ന് പറയുകയാണെങ്കിൽ സ്മോൾ പെൻ എന്ന് ഇംഗ്ലീഷിൽ പറയണം. പെൻ സ്മോൾ. അപ്പോൾ തസ്ഗീർ എന്ന് പറഞ്ഞാൽ ചെറുതാക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പേന, പെൻ. ഇനി അതൊരു ചെറിയ പേന എന്ന് പറയുകയാണെങ്കിൽ സ്മാൾ പെൻ എന്നാണ് പറയുക. അപ്പോൾ ബാബു തസ്ഗീർ, തസ്ഗീറിനെ കുറിച്ച് പറയുന്ന ബാബ്. തസ്ഗീറു അയ്ലൻ, ഈ തസ്ഗീറും മിൻ ഖവാസിൽ ഇസ്മി, ഒരു നൗണിൻ്റെ ഫീച്ചേഴ്സിൽ പെട്ടതാ, നാമത്തിൻ്റെ സവിശേഷതയിൽപ്പെട്ടത്. അപ്പോൾ ഇസ്മിനിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതാണ് അതിനെ തസ്നിയാക രണ്ടെണ്ണമാവുക, ബഹുവചനമാവുക. അതോടുകൂടെ പെട്ടതാണ് അതിനെ നിലവിലുള്ള അത് ഏറ്റവും ചെറുതായി വരിക, നമ്മൾ തസ്ഗീർ പറഞ്ഞു. അപ്പോൾ ഫൈദ സൊഗർത്ത് ഇസ്മൻ, അപ്പം നീ ഒരു ഇസ്മിനെ തസ്ഗീറാക്കി കഴിഞ്ഞാൽ വക്കാനല സലാസത്തെ ഹറുഫിൻ, അത് 3 അക്ഷരത്തിന് മേലാകുകയും ചെയ്താൽ ലമംതൽ അവല വഫതഹ്ത സാനിയ, അതിലെ അവലിനിക്ക് ലമ്മ് ചെയ്യുകയും വഫതഹ്ത സാനിയ രണ്ടാമത്തതിനിക്ക് ഫത്ഹ് ചെയ്യുകയും വേണം. എന്നിട്ട് വസിത്ത ബഅദ സാനി, രണ്ടാമത്തതിൻ്റെ ശേഷം നീ അധികരിപ്പിച്ചു കൊടുക്കണം യാ തസ്ഗീർ, ഒരു തസ്ഗീറിൻ്റെ യാഇനെ. എന്നിട്ട് വഅറബതൽ ഹർഫൽ അഖീറ, അവസാനത്തെ ഹർഫിനിക്ക് നീ ഇറാബ് കൊടുക്കുക. അപ്പോൾ അവസാനത്തെ ഹർഫിനിക്ക് ഫത്ഹ് കസ്ർ ലമ്മ് എന്ന് പറയില്ല. അത് അതിനെ സമീപിക്കുന്ന ആമിലുകൾ അതിൻ്റെ മുന്നിൽ വന്ന് അതിനെ മഅമൂലാക്കി തിരഞ്ഞെടുക്കുന്ന ആമിലിൻ്റെ സ്വഭാവം ഏതാണോ അതിനൊത്തിട്ട് അതിന് ഇറാബ് വരും. ഫായിലാണെങ്കിൽ, മഫൂലാണെങ്കിൽ, മജ്റൂറാണെങ്കിൽ എന്നൊക്കെ അവിടെ ഇറാബ് വരും. അപ്പോൾ അത് ആ സന്ദർഭത്തിനൊത്ത് അവിടെ ഇറാബിൻ്റെ അലാമത്തിന് കൊടുക്കും. ഇതല്ലാത്ത ബാക്കി സാധനങ്ങൾ ആദ്യത്തതിനിക്ക് ലമ്മ് കൊടുത്ത് രണ്ടാമത്തതിനിക്ക് ഫത്ഹ് കൊടുത്ത് ശേഷം തസ്ഗീറിൻ്റെ ഒരു യാവും വന്ന് അവസാനത്തെ അക്ഷരം പിന്നെ മുഅറബായി അവശേഷിക്കും. അങ്ങനെ ഉദാഹരണം ഫഅഖുൽത, നീ പറയും, കഅബിൽ നീ പറയും, കുഐബ് എന്ന് പറയും. അവിടെ കഅബ്, കഅബ് എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ് അർത്ഥം. കഅബുൽ അഹ്ബാർ എന്ന് പറഞ്ഞാൽ ഷംസുൽ ഉലമ എന്ന് മലയാളം നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ മാതിരിയാണ് വരിക. കഅബ് പറഞ്ഞ സൂര്യൻ, അഹ്ബാർ പണ്ഡിതൻ, കഅബുൽ അഹ്ബാർ എന്ന് പറഞ്ഞിട്ട് പറയലുണ്ടല്ലോ. അപ്പോൾ ഷംസുൽ ഉലമ എന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഇവിടെ എന്താ, കഅബ് എന്നുള്ളതിന് കുഐബാക്കി. വഫി ബക്രിൻ, ബക്കറിൽ പറയും ബുഖൈർ എന്ന് പറയും. ബക്കറിൽ എന്താ പറയുക, ബുഖൈർ. ഇതാണ് തസ്ഗീർ എന്ന് പറഞ്ഞാൽ. ഖലം പേന, കുലൈമ് കുഞ്ഞു പേന, ചെറിയ പേന എന്നർത്ഥത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. സഹില് എളുപ്പം, സുഹൈൽ ചെറിയ എളുപ്പം. ഇനി വൈങ്കാനൽ ഇസ്മു അന്നസ, നമ്മൾ പറഞ്ഞത് മുദക്കറായ ഇസ്മാണെങ്കിൽ. ഇനി പറയണത് വൈങ്കാനൽ ഇസ്മു മുഅന്നസ, ഇസ്മ മുഅന്നസ ആണെങ്കിൽ ഫതഹത്ത സാലിസ, മൂന്നാമത്തേനക്ക് ഫത്ഹ് കൊടുക്കും. അൽഹഖ്ത ബിഹി തഅനീസ്, അതിനോടുകൂടെ ആരെ ചേർക്കും, തഅനീസിൻ്റെ താഇനെ ചേർക്കും. അങ്ങനെ ഫഖുൽത നീ പറയും, ഫി ത്വൽഹത്ത, ത്വൽഹയിൽ നീ പറയും തുലൈഹത്ത് എന്ന് പറയും. ഇപ്പോൾ ത്വൽഹത്ത് എന്നുള്ളത് ആണിൻ്റെ പേരാണെങ്കിലും ആ പദം എന്താണ്, പദം മുഅന്നസാണ്. അതിൽ ഹാത്ത ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താ പറയുക, ത്വൽഹത്തിന് തുലൈഹത്ത് എന്ന് പറയും.
ത്വൽഹത്തിന് തുലൈഹത്ത് എന്ന് പറയും. വഫി ഹംസത്ത, ഹംസയിൽ പറയും ഹുമൈസ. ഹംസയിൽ എന്താ പേര് പറയാ? ഹുമൈസ എന്ന് പേര് പറയും. ഇനി വൈങ്കാനൽ ഇസ്മ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്മ എത്രയാണെങ്കിൽ അപ്പോൾ ത്വൽഹത്ത് തുലൈഹത്ത്, വഫി ഹംസ ഹുമൈസ. ഇനി വൈങ്കാനൽ ഇസ്മു അല അർബഅത്തി അഹ്റുഫിൻ, നമ്മൾ 3 ലെറ്ററിൻ്റെ മേലുള്ള കലമ്, ബക്കർ, കഅബ്, ഹംസ പോലത്തെ 3 മേലിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞു. ഇനി വൈങ്കാനൽ ഇസ്മു അല അർബഅത്തി അഹ്റുഫിൻ, 4 അക്ഷരത്തിൻ്റെ മേലിലാണെങ്കിൽ കസർത്ത് സാലിസ, മൂന്നാമത്തേക്ക് കസുറ കൊടുക്കും. അൽ വാഖിയ ബഅദ യാ തസ്ഗീർ, യാ തസ്ഗീറിൻ്റെ ശേഷം ഉള്ള മൂന്നാമത്തേതിന് എന്ത് കൊടുക്കും? കസർ കൊടുക്കും. നോക്കാം നമ്മൾ. അങ്ങനെ ഫകുൽത്ത നീ പറയും ഫി ജഅഫർ, ജഅഫറിൽ എന്താ പറയുക? ജുഐഫിർ എന്നാണ് പറയുക. ജഅഫ് എന്നാണെങ്കിൽ ജുഐഫ് എന്ന് പറയും. ജഅഫർ എന്നുണ്ടായപ്പോഴോ ജുഐഫിർ എന്നാണ് പറയുക. ഫി ജൽജൽ, ജൽജലിൽ ജുലൈജിൽ, ജൽജൽ ജുലൈജിൽ. ഫി ഖിർനിഖ് ഖുറൈനിഖ്, ഖിർനിഖൊക്കെ പേരാണ്, ജൽജിലൊക്കെ പേരായിട്ടാണ്, ജഅഫറൊക്കെ പേരാണ്. അവിടെ ഇങ്ങനെ ഈ രീതിയിൽ വന്നു. ഇപ്പം 3 എങ്ങനെ പറയാമെന്ന് പഠിച്ചു, 4 എങ്ങനെ പറയാമെന്ന് പഠിച്ചു. അടുത്ത് വതുഖൂലു ഫിൽ ഖുമാസി, ഖുമാസി പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. 5 അക്ഷരമുള്ളതിൽ നീ പറയും നഹ്വു സഫർജൽ. നമ്മൾ ഈ സബർജില്ലി എന്ന് പറയുന്ന സാധനത്തിൻ്റെ യഥാർത്ഥ ലെറ്റർ കണ്ടോളി, സഫർജൽ എന്നാണ്. സഫർജല്ലിൽ പറയും സുഫൈരിച്ച്, സഫർജല്ലിൽ സുഫൈരിച്ച്. അപ്പം ഫതഹദിഫുൽ ആഖിറ മിൻഹു, അതിൽപ്പെട്ടതിൻ്റെ അവസാനത്തിന് കളയും. ഉണ്ടോ? സഫർജൽ എന്നുള്ളതിൻ്റെ ലാമ് തസ്ഗീറാക്കിയ സമയത്ത് അവിടെ ഇല്ല. അവിടെ എന്താ വന്നത്? സുഫൈരിജ് എന്നാണ് വന്നത്. ഫതഹദിഫുൽ ആഖിറ മിൻഹു, അതിൽ നിന്ന് ആഖിറിനെ കളയും. കമാ തുഹ്ദഫു മിനൽ ജംഇ, അതിന് ജമ്മെന്നും കളയപ്പെടുന്ന പോലെ, ജമ്മെന്ന് കളയുന്ന പോലെ തന്നെ തസ്ഗീറെന്നും കളയും. നഹ്വു സഫാരിജ്, സഫർജലിൻ്റെ ജമ്മെന്താണ്? സഫാരി. സഫർജൽ എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ, വളരെ ഫലമുള്ളൊരു സാധനമാണ്. ആപ്പിളും പേരക്കൻ്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ട സാധനമാണ്. തണുപ്പുള്ള സ്ഥലത്താണ് അത് ഉണ്ടാകുക. ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊലി മഞ്ഞ കളറാകും. കൊടൈക്കനാലിൽ പോയിട്ട് അത് കഴിച്ചിട്ടുണ്ട്. അന്ന് കിലോ 30 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ സാധനം വരും 120, 140 രൂപയൊക്കെ സഫർജല്ലിന് വരും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ചില ആളുകൾക്ക് അതിനെ ഊട്ടിപ്പേരക്കാന്ന് പറയലുണ്ടായിരുന്നു. പിയർ എന്നൊക്കെ പറഞ്ഞ് വിദേശത്തുള്ള പഴങ്ങളാണ് പിയർ. ആ പിയറിൻ്റെ ഒക്കെ സ്വഭാവത്തിൽ വരുന്ന സാധനമാണ് സഫർജൽ എന്ന് പറഞ്ഞ സാധനം. കൊടൈക്കനാലിൽ അതിൻ്റെ വിളവ് കണ്ടിട്ടുണ്ട്. പലപ്പോഴും കൊടൈക്കനാലിക്ക് സിയാറത്ത് ആൻഡ് സ്റ്റഡി ടൂർ പോകുന്ന സമയത്ത് അപ്പോൾ കമാ തുഹ്ദഫു മിനൽ ജമ്മി, ജമ്മിൽ നിന്ന് കളയപ്പെടുന്ന പോലെ. നഹ്വു സഫാരിജ്. ഇനി വൈങ്കാന റാബിഉഹു അലിഫൻ ഔ വാവൻ ഔ യാഅൻ. ഇപ്പം നമ്മൾ 5 അക്ഷരമുള്ളതിനെ കുറിച്ച് പറഞ്ഞു. 5 അക്ഷരമുള്ളതിലെ 4-മത്തത് അലിഫോ വാവോ ഒക്കെ ആണെങ്കിൽ ഖല്ലബ്തഹാ യാഅൻ, അങ്ങനെ യാ ആയിട്ട് എന്ത് ചെയ്യും? മാറ്റിമറിക്കും. അതിൽ ഇൻകിസാരി മാഖബൽ ഇല്ലല്ലേ. റെക്കോർഡുകൾ കേട്ടോളിട്ടോ, ഇൻഷാ അല്ലാഹ് അതിൽ നമുക്ക് പ്രശ്നം പരിഹരിക്കാം. ഓക്കെ. ഖല്ലബ്തഹാ യാഅൻ, അതിനെ യാ ആയിട്ട് മാറ്റിമറിക്കും. അതെന്തായാലും ഇൻകിസാരി മാഖബലഹുമ, അത് രണ്ടിൻ്റെയും മുമ്പുള്ളത് കസറായതിന് വേണ്ടിയിട്ട്. അപ്പോൾ തഖൂലു നീ പറയും ഫി മിഫ്താഹ്, മിഫ്താഹിൽ നീ പറയും മുഫൈത്തീഹ് എന്നാണ് പറയുക. മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോല്, ചാവി എന്നർത്ഥം. അപ്പം അത് ചെറിയ ചാവി എന്നാണെങ്കിൽ മുഫൈത്തീഹ്. ഓ എന്താ ഇടങ്ങാറാ, ചാവി എന്ന് തന്നെ പറഞ്ഞാൽ റെഡി. ചിലപ്പോൾ വലിയ ചാവിയും ചെറിയ ചാവിയൊക്കെ ഉണ്ട്. ഒരാളത്തെ ഒരു ചാവിയുടെ ഒരു കോമ്പലയിൽ കുറേ ചാവി ഉണ്ട്. ഏതാ ചോദിച്ച സമയത്ത് ആ ചെറിയ ചാവി എന്ന് പറഞ്ഞതിന് സമയം മിഫ്താഹുൻ സഗീർ എന്ന് പറയാതെ മുഫൈത്തീഹ് എന്ന് പറഞ്ഞാൽ ശരിയല്ലോ. അഫി ജർമൂഖ്, ജുറൈമീഖ് ചെറിയ സോക്സ്, ജുറൈമീഖ് അറിയും.
ഇനി വൈങ്കാന റാബിയുഹു അതിൻ്റെ നാലാമനായി കഴിഞ്ഞാൽ യാ ആയി കഴിഞ്ഞാൽ അബഖത്ത് അലൈഹിമാ യാൻ്റെ മേലെ അതിനെ അവശേഷിപ്പിക്കും. അതെന്താ യാൻ്റെ മേലെ അവശേഷിപ്പിക്കുന്നത്? ലിമുനാസബത്തി ഹൽ കസറ യാ കസറിനോട് യോജിച്ചതാ. അല്ലത്തി കബലഹ അതിന് മുമ്പ് കസർ ഉണ്ടാകുമ്പോൾ കസറിനോട് യോജിച്ച ഹർഫ് ഏതാണ്? യാ ആണ്. ബാവിനോട് യോജിച്ചത് ലമ്മും ഫത്തഹത്തിനോട് യോജിച്ചത് അലിഫും കസറത്തിനോട് യോജിച്ചത് യാവുമാണ്. അപ്പോൾ തക്കൂല് നീ പറയും ഫി മിസ്കീൻ, മിസ്കീനിൽ നീ പറയും മുസൈക്കീൻ, മുസൈക്കീൻ എന്ന് പറയും.